ഇത് ഉറപ്പുവരുത്താനായി ക്യാമറ ടീം കർണാടകയിലെ ഉള്ളാളത്തെത്തി. തനിയെ ആട് വന്ന് ഇറങ്ങുന്ന കയറാണ്ടില്ല. പിന്നെ ബുക്ക് ചെയ്തിട്ട് ആട് വരുന്നുണ്ട്, പാർട്ടിക്കാരുണ്ടാവും, അത് കൊണ്ടുപോകും. പിന്നെ അഥവാ പാർട്ടിക്കാരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇപ്പോൾ അവർ ചെയ്യേണ്ടതാണല്ലോ, പള്ളിയിലേക്ക് വന്ന ആട് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലായിട്ടുണ്ടെങ്കിൽ തീവണ്ടിയിൽ പോയിട്ട് കയറും, ഇവിടെ വന്നിട്ട് ചെയ്യും, ബസ്സുണ്ടെങ്കിൽ ബസ്സിലും കയറും. ഇങ്ങനത്തെ ചില അഭിപ്രായമെല്ലാം കണ്ടിട്ടുണ്ട്. സാധാരണ അഭിപ്രായത്തിലുള്ളത് ഇപ്പോൾ കേരളത്തിലായിട്ടുണ്ടെങ്കിലും ആടുണ്ടെങ്കിലും വണ്ടിയിലെത്തി വിടും, അത് ഉള്ളാൾ സ്റ്റേഷനിൽ വന്നിട്ട് ചെയ്യും. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഇവിടെ ഫോണാക്കും, ഞങ്ങൾ പോയിട്ട് അതിൻ്റെ അടുത്തുകൊണ്ട് വരും. ആട് അത്ഭുതകരമായി സ്വയം ഇവിടേക്ക് നടന്നെത്താറില്ലെന്നതിന് ഈ സാക്ഷ്യപ്പെടുത്തലുകൾ ധാരാളം. സുബൈർ കുഞ്ഞിന്റെ നേർച്ചയാടും ഇവിടെ എത്തിയെങ്കിൽ ഈ വഴികളിലൂടെ തന്നെയാവാം. കേവലം 10 ദിവസം കൊണ്ട് ഉള്ളാളയിലെത്തിയ ആടിന്റെയും ലഭിച്ച 2323 രൂപയുടെയും രസീതാണ് സമീറ ബീവിയുടെ പേരിൽ സുബൈർ കുഞ്ഞിന് ലഭിച്ചത്. നവംബർ 11 ഡിസംബർ 1 ഇടയിലെ ഭക്തിയാത്രയിൽ ആട് ശേഖരിച്ചത് 2323 രൂപ മാത്രമാണോ? ഒരിക്കൽ കൂടി അണ്ടൂർ കോണത്തെ നവംബർ 20. 10,000 രൂപ കിട്ടിയിട്ടുണ്ട്, 10,000 രൂപ കിട്ടിയിട്ടുണ്ട്, 10,000 രൂപ കിട്ടിയിട്ടുണ്ട്, 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആട് നവംബർ 20 ശേഖരിച്ച 10,000-ലധികം രൂപ 2323 രൂപയായി ചുരുങ്ങിയത് എവിടെ വെച്ചാണ്? കേട്ടോ, അപ്പോ സംഗതി തമ്പാനൂര്, തിരുവനന്തപുരം തമ്പാനൂരിൽ അണ്ടൂർ കോണത്തേക്കുള്ള ദൂരം 30 കിലോമീറ്ററാണ്. 30 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ ആടിന്റെ സഞ്ചിയിൽ വീണത് 10,000 രൂപ. അവിടുന്ന് പിന്നെയും 800 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടുന്ന് പിന്നെയും സഞ്ചരിച്ച് 400 കിലോമീറ്റർ താണ്ടി ഉള്ളാളത്തെത്തിക്കഴിഞ്ഞപ്പോ അത് നേരെ കറാമത്ത് കൊണ്ട് 2323 രൂപ ആയിന്നാ. 10,000 രൂപ 2323 രൂപ ചുരുങ്ങിന്നാ. ഇതാണ് ഉള്ളാളത്താട്. അപ്പൊ ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെയും അവരുടെ ഈമാനിനെയും അവരുടെ കീശയെയും ഒരുപോലെ കൊള്ളയടിക്കുകയാണ് പൗരോഹിത്യം ചെയ്യുന്നത്. ഇത് വ്യക്തമായി ഓരോന്നിനും തിരിച്ചറിയുകയാണ്. ഒന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയാൽ അള്ളാഹു മനുഷ്യന് നൽകിയ നേർക്കുനേരെയുള്ള ബുദ്ധി കൊണ്ട് തന്നെ തിരിച്ചറിയുകയാണ്. പക്ഷേ എന്നാലും ഇന്നും ഓരോ ചുമരുകളിലും ഉള്ളാൾ ഉറൂസിന്റെ പരസ്യം എഴുതി വെക്കാൻ ഈ സമൂഹത്തിൽ ആളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത് ഓരോ രംഗത്തിലും മാന്യസഹോദരങ്ങൾ നമുക്ക് കാണുകയാണ്. ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നമുക്കറിയാം നാട്ടിൽ പല കൊള്ളരുതായ്മകളും നടത്തുന്നുണ്ട്. കള്ളിഷാപ്പ് തുടങ്ങുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ കള്ളിഷാപ്പ് തുടങ്ങിയാൽ മുസ്ലിങ്ങൾ പ്രതികരിക്കും. കാര്യം ഇസ്ലാമിനത് പാടില്ല. വ്യഭിചാരശാല നടത്തുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ വ്യഭിചാരശാല നടത്തിയാലോ അതൊരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇതുപോലെ ഇസ്ലാം അനുവദിക്കാത്ത പലതും ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൊണ്ടുവരുന്നു. എന്ന് മാത്രമല്ല, അതിൽ മനുഷ്യരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ അതിനനുസൃതമായ ആചാരവൈകൃതങ്ങളും സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിലൊന്നാണ് 25 നമുക്ക് കാണാം എന്ത് കുത്തുറാത്തീവുകൾ. എന്തിനാ? ഈ വിശ്വാസങ്ങൾ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വഴി ഈ സമൂഹത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആ വിശ്വാസങ്ങളെ അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് നിങ്ങൾ കണ്ടോളൂ.
شيخي ولي الله 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 بالوسيلة شيخنا محمد يا ولي الله مولانا يا مولانا كلنا رحماننا بالوسيلة مولانا سيد شيخي رفاعي. കണ്ടോ? അപ്പോ ഇതൊക്കെ നമ്മൾ കാണുമ്പോ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തതാണ്, അല്ലെങ്കിൽ അറിവില്ലാത്ത ആരെങ്കിലും നടത്തുന്നതാണ്, ഇതൊന്നും ശരിയല്ല എന്നായിരിക്കും പണ്ഡിതന്മാർ പറയാന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. കുത്താറാത്തീവിന് ഇസ്ലാം എഴുതി തള്ളിയിട്ടില്ല, പക്ഷേ അത് അതിൻ്റെതായ രൂപത്തിൽ. കുത്താറാത്തീവിന് ഇസ്ലാം എഴുതി തള്ളുകയാണെങ്കിൽ ഓപ്പറേഷൻ സംബന്ധിച്ചെന്ന് പറയാൻ സാധിക്കും. ഓപ്പറേഷൻ അത് കുത്തലും കീറലുമല്ലേ. ഇന്നത്തെ ഓപ്പറേഷൻ വളരെ ആശങ്കാജനകമാണ്. ആട്ടാൻ ബൈപ്പാസാണ്. പണ്ട് ബൈപ്പാസ് പറഞ്ഞാൽ റോഡടിക്കലാ, ഇപ്പൊ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മറ്റേ പാസാ. രക്തം നടത്താനുള്ള വേറെ കൊയലും കൊണ്ടൊക്കെ ഒരു ഭാഗം കീറിയിട്ട് മാംസം എടുത്തിട്ട് വേറൊരു ഭാഗം ഫിറ്റ് ചെയ്യലാണ്. അപ്പൊ ഇതെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ ഈ കുത്താറാത്തി മുമ്പ് നടത്തിയത് ഈമാന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഈമാനാണ്, ഇത് ശരീരത്തിനാണ്. അപ്പോൾ അതിനാണ് ഇപ്പൊ ശക്തി. കണ്ടോ? അങ്ങനെയാണ് ഈ പ്രവാചകന്മാർ മുഴുവൻ കത്തിയാട്ടാ വരേണ്ടത് അല്ലേ? ഈമാൻ ഉണ്ടാക്കാൻ കത്തിയാട്ട് വരിക. എന്നിട്ട് കുത്താറാത്തീവ്, ഇത് കുത്താറാത്തീവ്, ഇത് മാന്തൽ റാത്തീവ് അല്ലേ? കുത്താറാത്തീവ് എന്ന് പേരിട്ട് ആരെങ്കിലും കുത്തോ? ഇല്ല. നേരെ മറിച്ചിങ്ങനെ ചൊറിയൽ, മാന്തൽ അതൊക്കെയാ നടത്തല്. അതുകൊണ്ട് മാന്തൽ റാത്തീവ് എന്നോ ചൊറിയൽ റാത്തീവ് എന്നൊക്കെ നമുക്ക് പേരിടാം. അപ്പൊ ഏതായിരുന്നാലും മനസ്സിലാക്കേണ്ടത്, ഇതിനെ ന്യായീകരിക്കേണ്ടത് ഈമാനിന്റെ സംരക്ഷണത്തിനാണ് പോൽ. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഈമാനിന്റെ സംരക്ഷണത്തിനാണോ അതോ ഈമാൻ തകർക്കാനാണോ? ഒന്നുകൂടി നമ്മളൊന്ന് നോക്കാം. ഇത് നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോകാം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന റാത്തീബുകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. അവിടെ ഈമാനിന്റെ സംരക്ഷണമാണോ അതോ ഈമാനിന്റെ തകർച്ചയാണോ നടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾക്ക് ദിക്ർ ചൊല്ലണം. ഏത് ദിക്ർ? അഫ്ദലു ദിക്ർ. കേട്ടോളൂ അത്. لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. കണ്ടോ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ തെറ്റ്? ഒരു തെറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ. പക്ഷെ ഇത് ചൊല്ലിയത് എന്തിനാണെന്നറിയോ? അടുത്ത ദിക്ർ ചെല്ലാനാ. അത് കേട്ടോളൂ എന്താണെന്ന്. ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ്. കണ്ടോ? എന്താ? ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്. ഒരാൾ പോലും ഉണ്ടല്ലാ എന്ന് പറയില്ല. ഒരാൾ പോലും ഉണ്ടല്ലാ എന്ന് പറയില്ല. അതിനെ വെച്ചാൽ എല്ലാവരും ഇല്ലല്ലാഹ്. എവിടുന്ന് വന്നു ഇത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതിനെ നേർക്ക് നേരെ കത്തിവെച്ച് പകുതി മുറിച്ചു മാറ്റി ലാ ഇലാഹ എന്നത് മുറിച്ചു മാറ്റി ഇല്ലല്ലാഹ് എന്ന ദിക്ർ ആരുണ്ടാക്കിയത്? തനിച്ച സൂഫികൾ ഉണ്ടാക്കിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ നേരെ കീറി മുറിച്ച് ഇല്ലല്ലാഹ്. എന്താ ന്യായം പറഞ്ഞത്? ലാ ഇലാഹ എന്ന് പറഞ്ഞ ഒരു ഇലാഹും ഇല്ല.
ഇല്ലല്ലാ, അള്ളയല്ലാതെ എന്നാ. അപ്പൊ ഒരാൾ ലാ ഇലാഹ എന്ന് പറയും, മരിച്ചു എന്ത് ചെയ്യും? ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഒരു ഇലാഹു ഇല്ലാതെ മരിച്ചുകൊണ്ടേ. അപ്പൊ അത് വേണ്ട, പകുതി മുറിച്ച് ഇല്ലല്ലാ ഇല്ലല്ലാ അങ്ങനെ ചൊല്ലിയാൽ മതി. അങ്ങനെ ഉണ്ടാക്കി ദിക്റ. അപ്പോ ആദ്യം ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിക്കുക, എന്നിട്ട് പിന്നെ അതിനെ തകർക്കുക. ഇനി പിന്നെയും വിളിക്കും റബ്ബിനെ, അള്ളാനെ വിളിക്കാൻ. കേട്ടോളൂ അത്. കണ്ടോ, അള്ളാനെ വിളിക്കുക, യാ അഹദു യാ സമദു യാ വിത്രു യാ മൗല. അള്ളാനെ നേരിട്ട് വിളിക്കാൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നന്നായിട്ടുണ്ട്, നന്നായി. പക്ഷെ ഇത് ചെയ്യുന്നതിനാ അടുത്തത് ചൊല്ലാനാണ്, അടുത്ത ആളെ വിളിക്കാനാണ്. ആരാ വിളിക്കുന്നത്? കേട്ടോളൂ. കണ്ടോ, യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റായീൽ എന്നാണ്. ജിബ്രീലിനെ മീകായിലിലേക്ക് മനസ്സിലാക്കാം, പക്ഷെ ഈ അസ്റായീൽ ആരാണെന്ന് ഈ സാധുവിന് മനസ്സിലായിട്ടില്ല. അതിനെ മനസ്സിലായെങ്കിൽ വിളിക്കോ, വാ അസ്റായീൽ വാ അസ്റായീൽ. അപ്പൊ ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങൾ, ഇത്തരം അപകടകരമായ വാദങ്ങളും വിശ്വാസരാഹിത്യങ്ങളും ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ പരലോകമോചനത്തിന് വേണ്ടി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഏറ്റവും ഉന്നതമായ ദൗത്യത്തിലാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത്, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുത്ത്, ആ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സുന്ദരമായ സരണിയിലേക്ക് ഈ സമൂഹത്തെ വിളിച്ചുകൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതുപോലെ തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ഉപദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم.